മറ്റ് വിശകലനങ്ങൾക്ക് വേണ്ടി നയതന്ത്ര വിദഗ്ധൻ ഡോക്ടർ ജോസ് കുട്ടിയും വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ അനിൽകുമാറും എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ആദ്യം ഡോക്ടർ ജോസ് കുട്ടി, ഇവിടെ അഭിനന്ദൻ വർദ്ധമാൻ ഇങ്ങോട്ട് വരുന്നു എന്നത്, അതോടൊപ്പം അതൊരു പീസ് ഗസ്റ്ററാണ് എന്ന അവരുടെ നിലപാട് ഏത് നിലക്കാണ് സൈന്യം കാണുന്നത് എന്ന ചോദ്യത്തിന് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ മറുപടി ജനീവ കൺവെൻഷൻ അനുസരിച്ച് അത് പാലിച്ചുകൊണ്ടുള്ള ഒരു ഗസ്റ്റർ എന്ന നിലക്കാണ് ഞങ്ങളതിനെ കാണുന്നത്. ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്നാണ്. എങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ്. ഏത് നിലക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ ഇത് സ്വാധീനിക്കും, ബാധിക്കും? ഈ പറഞ്ഞതുപോലെ 1949 ജനീവ കൺവെൻഷനിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. സ്വാഭാവികമായും ആ കരാറിലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് വേണം ഇത്തരത്തിൽ പ്രിസണേഴ്സായിട്ടുള്ള യുദ്ധത്തടവുകാരായി പിടിക്കപ്പെടുന്നവരെ കൈമാറുവാനായിട്ട് ഇരു രാജ്യങ്ങളും തയ്യാറാവേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് ശരിയായി പാകിസ്ഥാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ പാകിസ്ഥാൻ അതൊരു സമാധാന ശ്രമത്തിന് വേണ്ടി ചെയ്തോ എന്നുള്ള വാദത്തിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത് 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറായി എന്നുള്ളതാണ്. അതുമാത്രമല്ല, കൈമാറുവാനായിട്ടുള്ള പ്രഖ്യാപനം അവിടുത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അവിടുത്തെ പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കുന്നത് ഇതൊരു സമാധാനത്തിനുള്ള ശ്രമമായിട്ടാണ്, ചർച്ചകളിലേക്കുള്ളൊരു ചുവടുവയ്പ്പായിട്ടാണ് എന്നുള്ളൊരു വാദഗതി ഉയർത്തുകയും അതിൻ്റെ വെളിച്ചത്തിലാണ് ഇത് നടത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പ്രസ്താവനയെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സൈന്യവും അതുപോലെ ഭാരത സർക്കാരും വളരെ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ഇങ്ങനെയുള്ള സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പാകിസ്ഥാൻ പല ആവർത്തി പറയുമ്പോഴും ഇന്ത്യ കേന്ദ്രീകരിച്ചിട്ടുള്ള, ഇന്ത്യ ലക്ഷ്യമാക്കിയിട്ടുള്ള പാകിസ്ഥാനിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തടയിടുവാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുവാൻ തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ ഒരവസരത്തിലും പറയുന്നില്ല. ഇത്രയേറെ സംഘർഷം അതിർത്തിയിലും, അതിർത്തി ലംഘിച്ച് 2 സൈന്യവും അവരുടെ വ്യോമാക്രമണം നടത്തിയിട്ടും പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിലെ അവരുടെ ആത്മാർത്ഥതയെ ഇന്ത്യ ചോദ്യം ചെയ്യുന്നത്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുമായി കാര്യങ്ങൾ യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ, സമാധാനം സുസ്ഥിരമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഭീകരവാദത്തെ തള്ളിപ്പറയുകയും ഇന്ത്യയെ ലക്ഷ്യമാക്കി കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുവാനും ഈ മസൂദ് അസറിനെ പോലെയുള്ള കൊടും ഭീകരരെ അവിടെ തന്നെ തടവിലാക്കുകയോ ഇന്ത്യക്ക് കൈമാറുകയോ ചെയ്യുവാനൊക്കെ തയ്യാറാകുമ്പോഴാണ് അതിൽ ആത്മാർത്ഥത ഉണ്ടാകുന്നത്. അല്ലാത്ത ആത്മാർത്ഥതയെ സ്വാഭാവികമായും നമ്മൾ ചോദ്യം ചെയ്യും. അതുതന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഇത്രയേറെ പാകിസ്ഥാൻ പല ആവർത്തിയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടും അതിലെ ആത്മാർത്ഥത ബോധ്യപ്പെടുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള മൗനം പാലിക്കുന്നത്. ഇതൊരു വലിയ നയത്തിൻ്റെ ഭാഗം കൂടിയാണ്. കാരണം നമ്മൾ പല ആവർത്തി പല അക്രമങ്ങൾ ഉണ്ടായപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കൂ, അത് അവസാനിപ്പിക്കൂ, നമുക്ക് സമാധാനത്തിലേക്ക് പോകാം. ഡോക്ടർ ജോസ് കുട്ടി, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ എം ഉണ്ണികൃഷ്ണന്റെ കൈവശം എന്തോ പുതിയ വിവരമുണ്ട്. ഉണ്ണി, എന്താണ്? സരീഷ്, അതായത് അഭിനന്ദൻ വാഗാ അതിർത്തിയിലെത്താൻ 2 മണിയാകുമെന്നാണ് ഏറ്റവും പുതിയ വിവരപ്രകാരം ലഭിക്കുന്നത്. നേരത്തെ 1 മണിക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയായി പാക് വിദേശകാര്യ മന്ത്രാലയത്തിന് അനുമതി ലഭ്യമായ ശേഷം 2 മണിയോടുകൂടിയാണ് അഭിനന്ദൻ വാഗാ അതിർത്തിയിലെത്തുക. വാഗാ അതിർത്തിയിൽ എത്തിയാൽ ഉടൻ തന്നെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് കൊണ്ടുവരും. ഡൽഹിയിൽ സൈനിക കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൽ നിന്നും വിവരശേഖരണം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ ഒരു ഘട്ടത്തിൽ പോലും മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാനോ മാധ്യമങ്ങൾക്ക് അഭിനന്ദനെ കാണാനോ ഉള്ള ഒരു അവസരം ഉണ്ടാകില്ല എന്നും സൈനിക ഉന്നത വൃത്തങ്ങൾ അറിയിക്കുകയാണ്. അതായത് ഏറെക്കുറെ സമയം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. 2 മണിയോടുകൂടിയായിരിക്കും അഭിനന്ദൻ ഇന്ത്യയിലേക്ക് വൈകുമെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണുന്നുണ്ട്. ദി ഹിന്ദുവിന്റെ ഓൺലൈനിൽ കാണുന്നത് 4 മണിക്ക് മാത്രമേ എത്തിച്ചേരൂ എന്നാണ്. ഇത് വല്ലാതെ വൈകാനുള്ള കാരണം എന്തായിരിക്കണം? ഇക്കാര്യത്തിലൊരു ഈ സമയം സംബന്ധിച്ചൊരു സ്ഥിരീകരണം സ്വാഭാവികമായിട്ട് അത്രമേൽ സുരക്ഷ ആവശ്യമുള്ളൊരു കാര്യമായതുകൊണ്ടായിരിക്കുമോ അങ്ങനെ ഒരു സ്ഥിരീകരണം ലഭിക്കാതെ പോകുന്നത്? ഇതിൽ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുള്ളത് കൊണ്ടെന്നാണ് നേരത്തെ പുറത്തു വന്നിരുന്ന വിവരം. അതേസമയം പാകിസ്ഥാനിൽ നിന്നും പുറത്തു വന്നിരുന്ന വിവരപ്രകാരം ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. പാക് വിദേശകാര്യ മന്ത്രാലയത്തിന് അനുമതി കാത്തിരിക്കുകയായിരുന്നുവെന്നാണ് നേരത്തെ ലഭിച്ചിരുന്ന വിവരം. പാക് വിദേശകാര്യ മന്ത്രി തന്നെ പാക് പാർലമെന്റിനെ അറിയിച്ചിരിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം മാത്രമേ അഭിനന്ദനെ വിട്ടു നൽകൂ എന്നുള്ളതാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഈ സമയം വൈകുമെന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം തന്നെ പുറത്തു വരുന്നത്. 2 മണിക്കെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിലും വൈകാനുള്ള സാധ്യതയുണ്ട്. റാവൽപിണ്ടിയിൽ നിന്നും അദ്ദേഹത്തെ പ്രത്യേക വിമാനത്തിൽ വേണം വാഗാ അതിർത്തിയിലേക്ക് എത്തിക്കാൻ. അതുകൊണ്ട് ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാനുള്ളത് കൊണ്ടായിരിക്കണം ഈ സമയം വൈകുമെന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. സനീഷ്, ഉണ്ണി, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ. ചെന്നൈയിൽ അദ്ദേഹത്തിന്റെ തമിഴ്നാട്ടിൽ അവിടെ അദ്ദേഹത്തിന് വേണ്ടി ആളുകൾ പ്രാർത്ഥന നടത്തുന്നതാണ്. ഏതോ അമ്പലത്തിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ആ ദൃശ്യങ്ങൾ കാണുന്നത്. ചിലയിടങ്ങളിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഈ ദേശാഭിമാനികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ
ഈ ഒരു അവസരത്തെ അഭിനന്ദിക്കാനും അദ്ദേഹത്തിന് വരവേൽപ്പ് നൽകാനുമുള്ള കാര്യങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നതാണ്. രാജ്യത്തെമ്പാടും തന്നെയും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അദ്ദേഹത്തിന്റെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന കാര്യങ്ങളും നടക്കുകയാണ്. പോലീസ് ഇതുപോലുള്ള സേനാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ മാത്രമല്ല, രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളടക്കം അവരവർക്ക് കൂടിച്ചേരാവുന്ന ഇടങ്ങളിലെല്ലാം ചേർന്ന് അഭിനന്ദനെ വരവേൽക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അദ്ദേഹത്തിന് സ്വാഗതം പറയുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചില ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനകൾ പോലും നടക്കുന്ന സാഹചര്യമാണുള്ളത്. ഉണ്ണി, അദ്ദേഹത്തെ സ്വീകരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആരായിരിക്കും എത്തുക? അത് സംബന്ധിച്ച് നമുക്ക് ധാരണയുണ്ടോ? അങ്ങോട്ട് ആളുകൾ പുറപ്പെട്ടിട്ടുണ്ടോ? അവിടെ ആരാണ് മന്ത്രിമാരായിട്ടുള്ളത്? മന്ത്രിമാരായി ആരെങ്കിലും അവിടെ ഉള്ളതായി ഇതുവരെയും വിവരങ്ങളൊന്നും വന്നിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അക്കാര്യത്തിലുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലുപരിയായി രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചും വിവരമില്ല. കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ എത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ എത്തുന്നതായുള്ള സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. കാരണം 1 മണിക്കാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയം. അങ്ങനെയാണെങ്കിൽ ഇതിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരേണ്ടതാണ്. അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ കേവലം സൈനിക ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടാവുക എന്ന കാര്യത്തിലും സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഒപ്പം പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഈ അഭിനന്ദനെ സ്വീകരിക്കുന്നതിനായി അവിടെ ചെല്ലാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അനുമതി തേടിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പറയുന്നത് അങ്ങനെ ഒരു അനുമതി സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹവും എത്തുമോ എന്നത് സംബന്ധിച്ച് സംശയം നിലനിൽക്കുകയാണ്. അതാണ് എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്.